ഇന്ന് നമ്മൾ ഓസ്റ്റിയോആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധികളിലെ തേയ്മാനം എന്താണ്, എന്തുകൊണ്ടാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ഡിസ്കഷൻ ചെയ്യാം. ഇത് നമ്മുടെ നീ ജോയിൻറ്റിൻ്റെ ഒരു മോഡലാണ്. അപ്പം നമ്മുടെ ബോൺസിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ജോയിൻസിൻ്റെ ഇടയ്ക്ക് തരുണാസ്ഥി ഉണ്ട്. തരുണാസ്ഥി അല്ലെങ്കിൽ ഹൈലൻ കാർട്ടിലേജ് ഉണ്ട്. അപ്പോൾ ഈ കാർട്ടിലേജിന് ഡാമേജ് വരുന്നത് അല്ലെങ്കിൽ കാർട്ടിലേജ് കുറഞ്ഞു വരുന്നതിനാണ് തേയ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു നോർമൽ നീ ജോയിൻറ്റ് എക്സ്റേ ആണ്. അപ്പോൾ സാധാരണ നീ ജോയിൻറ്റിനകത്ത് ഈ എല്ലുകൾക്കിടയിൽ, അതായത് ഇത് തുടരലാണ്, ഫീമർ എന്ന് പറയും, ഇത് ടിബിയ. അപ്പോൾ ഈ രണ്ട് എല്ലിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് കാണുന്നുണ്ടല്ലോ, ഈ സ്പേസിലാണ് തരുണാസ്ഥി ഉള്ളത്. നോർമലി എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് എല്ല് മാത്രം, ബോൺ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഈ തേയ്മാനം എന്ന് പറഞ്ഞാൽ പല സ്റ്റേജ് ആയിട്ടാണ്. സ്റ്റേജ് 1, 2, 3, 4. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് തരുണാസ്ഥിയുടെ 25% കുറയും. രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോൾ 50% സ്പേസ് കുറയും. മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോൾ 75%. നാലാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കുമാണ് ബോൺ ടു ബോൺ, അതായത് എല്ലുകൾ തമ്മിൽ ഒരഞ്ഞു തുടങ്ങും. തരുണാസ്ഥി പൂർണ്ണമായിട്ടും തിരിഞ്ഞു പോയിട്ട് എല്ലുകൾ തമ്മിൽ ഒരയുന്ന അവസ്ഥയ്ക്കാണ് സ്റ്റേജ് 4 ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിന്റെ പുറത്തെ ഭാഗത്ത് അല്ലെങ്കിൽ ലാറ്ററൽ കമ്പാർട്ട്മെന്റിൽ ഇപ്പോഴും സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ആ തരുണാസ്ഥി ഇപ്പോഴും ബാക്കിയുണ്ട്. പക്ഷെ അകത്തെ കമ്പാർട്ട്മെന്റിൽ ആ തരുണാസ്ഥി മൊത്തം പോയിട്ട് എല്ലുകൾ തമ്മിൽ ഒരയുന്ന അവസ്ഥയാണ്. അത് രണ്ട് കാലിലും കാണും. രണ്ട് കാലിലും അകത്തെ ഭാഗത്ത് ഈ ഗ്യാപ്പ്, അതായത് തരുണാസ്ഥി മൊത്തം പോയിട്ട് എല്ലുകൾ തമ്മിൽ ഒരഞ്ഞു തുടങ്ങുന്ന അവസ്ഥയാണ് ഇതിനകത്തുള്ളത്. സ്റ്റേജ് 1 to 3 ആണെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പി, മരുന്നുകൾ, ഇഞ്ചക്ഷൻസ് ഒക്കെ കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് വരും. ചില സമയങ്ങളിൽ നമുക്ക് നീ പ്രിസർവിംഗ് സർജറീസ് ഉണ്ട്, ഓസ്റ്റിയോട്ടമി, കാലിൽ നിവർത്തുന്ന സർജറികളൊക്കെ ഉണ്ട്. പക്ഷെ സ്റ്റേജ് 4 ആയി കഴിഞ്ഞാൽ നീ റീപ്ലേസ്മെന്റ് ആണ്. അപ്പോൾ നീ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ബോണിന് സ്പെസിഫിക് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് താഴത്തും മുകളിലത്തും സ്പെസിഫിക് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പ്രത്യേക ഇംപ്ലാന്റ്സ് ഉണ്ട്. നീ റീപ്ലേസ്മെന്റ് ഇംപ്ലാന്റ്സ് ആണ്. ഇത് കൊബാൾട്രോമോ അല്ലെങ്കിൽ ടൈറ്റാനിയം ആയിരിക്കും. ഇതിനിടയ്ക്കുള്ള ഈ പോർഷൻ ഈ പ്ലാസ്റ്റിക് ആണ്. അതിന് പോളി എന്നാണ് പറയുന്നത്. പുതിയ മെറ്റീരിയൽസ്, ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ്, ഓൾമോസ്റ്റ് 30 years ആണ് അതിന് ഗ്യാരണ്ടി ഉള്ളത്. പൂർണ്ണമായിട്ടും വളവുകൾ മാറുകയും കാലിൻ്റെ വളവുകൾ ഡിഫോമിറ്റി മാറുകയും വേദന പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്യും. എന്ന് മാത്രമല്ല നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ വളരെ വ്യത്യാസം വരും. പണ്ട് നമുക്കാണെങ്കിൽ സ്റ്റെപ്സ് കയറാനോ തൂത്തിരിക്കാനോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാനോ പറ്റാത്ത ആൾക്കാർക്ക് ദീർഘയാത്രയ്ക്ക് പോകാനായാലും പബ്ലിക് ഫംഗ്ഷൻ, ഇപ്പം കല്യാണത്തിന് പോകാനായാലും ഒക്കെ അത്രയും ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ ഇമ്പ്രൂവ് ആകുന്ന ഒരു സർജറിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സെഞ്ചുറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഏറ്റവും കൂടുതൽ സർജറികളിൽ ഒന്ന് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെന്റ്, ഒന്ന് ടോട്ടൽ റീപ്ലേസ്മെന്റ്.